ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഓണത്തിന് പൂവിടാൻ വേണ്ടിയിട്ട് പൂ പറിക്കേണ്ടിയിട്ട് പോവുകയാണ്. ആ കൊട്ടയും എടുത്തിട്ട് മോൻ ഉഷാറായിട്ട് പൂ പറിക്കലിന് തിരക്കാണ്. മോന് ചെടീനെ അതവിടെ വെച്ചിട്ട് പറിക്കുക. നിലത്ത് വെച്ചിട്ട് മറ്റുള്ള ചെടി പൊരിഞ്ഞു പോവില്ലേ ഇങ്ങനെ പൊരിച്ചാൽ. അങ്ങനെ ഓരോരോ പൂവായിട്ടാണ് പറിക്കേണ്ടത്. അതിൻ്റെ താടിക്ക് വീണിട്ട് പൊട്ടിയിട്ടുണ്ട്. തുള്ളി കളിക്കുമ്പോഴോ ടൈൽസിന് കൊണ്ടിട്ട് താടിക്ക് ഒരു മുറി പറ്റിയിട്ടുണ്ട്. അത് ഡോക്ടർക്ക് പോയി കാണിച്ചിട്ട് ഇപ്പോൾ ഉണങ്ങി വരുന്നുണ്ട്. അവൻ നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്ത് ചേഞ്ചിങ് റൂംസ് ഉണ്ട്. പിന്നെ ഇതേപോലത്തെ ജാതി കോളാമ്പിപ്പൂ ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഇത് നമ്മളെ കളയുമ്പോൾ തന്നെയുള്ള ചെമ്പരത്തിപ്പൂ ഇങ്ങനത്തെ ഇതെല്ലാം ഇവിടെ നമ്മൾ ഓണത്തിനേക്ക് ഇങ്ങനെ നട്ട് ഇതാക്കിയിട്ടുണ്ട്. നമ്മളെ വഴീൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ കളയുമ്പോൾ തന്നെ നട്ടത്. ഇത് ഓണത്തിനായി കായ്ച്ച് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഗേറ്റിൻ്റെ അപ്പുറവും ഇപ്പുറവും എല്ലാം ഇതേപോലെ നട്ടതുകൊണ്ട് നമുക്ക് ഓണത്തിനിങ്ങനെ നമ്മൾ അധികം പൈസ കൊടുത്തിട്ടൊന്നും വാങ്ങാണ്ട് ഇങ്ങനെ ഈ ചെടിയും പിന്നെ ഈ ചെമ്പരത്തി എല്ലാം ഇങ്ങനെ കുറേ ചെമ്പരത്തിയെല്ലാം ഉണ്ട് ഇവിടെയെല്ലാം പൂത്തിട്ട് നമ്മൾ നേരെ ഈ അടുത്ത കളയമലെല്ലാം ഇങ്ങനെ നട്ടിന്. ഇവിടെ നേരെ നട്ടതായിരുന്നു റോഡിൻ്റെ ഭാഗത്ത്. പക്ഷേ എല്ലാം ആളുകളെല്ലാം തേച്ചും പൊരിച്ച് പോയി. ഇപ്പോൾ ഒറ്റക്കനേ ഉള്ളൂ. ഇതേപോലെ തന്നെ ഈ കളയമൽ നല്ല സ്റ്റൈലിൽ നട്ടത്. പക്ഷെ ഓരോരുത്തർ പോകുമ്പോൾ നമുക്ക് ആർക്കായാലും ഒരു ചെടി കാണുമ്പോൾ ഒന്ന് വേണമെന്നുള്ള ബുദ്ധി വരുമല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പം അങ്ങനെയില്ല. ഇത് അങ്ങനെ നമ്മളെ ഇങ്ങനെ കളയമ്മിലുമല്ലോ ഇതേപോലെ തന്നെ നട്ടിന്. പക്ഷെങ്കിൽ അത് അങ്ങോട്ടെല്ലാം വീട്ടിൽ നമ്മൾ കാണുന്നതിൻ്റെ അപ്പുറം എല്ലാം പൊരിച്ചുണ്ട്. അവന് ഉഷാറായിട്ട് പൂവെല്ലാം പറിച്ച് എടുക്കലാണ്. ഇനി നാളത്തേക്കും പറിക്കാം നമുക്ക്. അത് കുറേ ആയില്ലേ, ഇന്നാകെ 3 ദിവസമല്ലേ ആയിട്ടുള്ളൂ. നമുക്ക് ഇന്ന് അത്ര പൂ മതി. കുട്ടികൾക്ക് നല്ല സന്തോഷം. ഈ കൊട്ടയെല്ലാം ഇവർ ഇതുവരെ കാണുന്നില്ലല്ലോ ഇങ്ങനത്തെ ഒന്നും പരിപാടി. ഈ കൊട്ടയെല്ലാം ഞാനൊരു കൊട്ടയെ മടഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ഒന്നിച്ചിടുകയായിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പേകോടേൻ്റെ പൂവും കിട്ടിയിട്ടുണ്ട്. അവൻ സന്തോഷത്തോടെ ഭയങ്കര ഇതായിട്ട് ഇടലാണ്. അവൻ തന്നെയാണ് ഇടുന്നത്. ഞാൻ തന്നെ ഇട്ടോളൂ അമ്മമ്മയെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ ഇടലാണ്. നല്ല ഇതായിട്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. അമ്മമ്മ അവിടെ നോക്കി നിന്നാൽ മതി, ഞാൻ തന്നെ ഇട്ടിട്ട് അമ്മമ്മ കണ്ടോയെന്ന് പറഞ്ഞവൻ. ഇതേപോലെ തന്നെ ഇട്ടോ കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ അടുപ്പിച്ചിടും. നിലം കാണാണ്ട് അടുപ്പിച്ചിട്ട് പൂ അതേപോലെ തന്നെ അടുത്തടുത്തെല്ലാടി ഇട്. അങ്ങനെ വടവ് എത്തിക്കല കുറെ വേമ്പേം പറിച്ചിട്ടിട്. ഞാൻ സഹായിക്കാം. പറിച്ചിട്ടിട്ട് വേഗം പറിച്ചിടാൻ കഴിയില്ല. അപ്പോൾ ഞാനും കൂടി വെച്ച് ഞാൻ പറിച്ചുതരാം. പറിച്ചിട്ട് അരിവിൽ കട്ടിക്കാക്കിയിട്ട് ഇത് അടുപ്പിച്ചിട്ട് ഞാനിങ്ങനെ കട്ടിക്ക് ഇതേപോലെ ഇതാണ് കൃഷ്ണകിരീടം എന്നാണ് നമ്മളിവിടെ നിന്നെല്ലാം പറയാം. ഓരോരുത്തരും പേകോടാന്ന് പറയും.
എന്നാ ഇട്ടാ മടുത്താ മടുത്താ ഇട്ടിട്ട് മറന്നിട്ട് നല്ല രസത്തിൽ ഇങ്ങനെ അടുപ്പിച്ചിട്ട് മറ്റേ പൂവിനോളാകാണ്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇതാക്കിയിട്ടിത്. നമ്മൾ ഇപ്പം എല്ലാം പിന്നെ ഓണത്തിൻ്റെ അടുത്ത് വരും ഇങ്ങനെ വട്ടം മാത്രമേ ഉള്ളൂ. ഫോട്ടോ എടുക്കുന്നത് അടുത്ത് വെച്ചിരിക്കുക. പിന്നെ ഓണത്തിൻ്റെ തലേന്ന് ഓണായ ദിവസമാണ് നമ്മൾ മറ്റെന്തെങ്കിലും കളങ്ങൾ വരയ്ക്കുക. അതുവരെ ഇതേപോലെ വട്ടം മാത്രമാണ്. അത് ഓരോ ദിവസവും വട്ടം കൂട്ടിയിടും. ഇന്നിപ്പോൾ കുറച്ചധികമാണ്. നമ്മൾ ഒരു ദിവസം ഒന്നാമത്തെ ദിവസം ഒറ്റൊരു ചോറ, രണ്ടാമത്തെ ദിവസം 2 ചോറ, മൂന്നാമത്തെ ദിവസം 3 ചോറ, അങ്ങനെയാണ് ഇടുക. ഇന്നിപ്പോൾ ഇവന് കുറച്ച് പൂ അധികം പറിച്ചിട്ട് പറഞ്ഞ് എനിക്ക് ഇടണമെന്ന് പറഞ്ഞിട്ട് കൂടുതൽ ഇടണമെന്ന് പറഞ്ഞിട്ട് ആണ് ഒരു വലിയ അധികമായിട്ടുള്ളത്. പത്താമത്തെ ദിവസമേ കളാക്കും. 9 ചൊറയും ഇട്ട് പിന്നെ ചൊറയൂടും പിന്നെ കളവും കൂടിയ അത് അന്ന് ഇറയത്താണ് അങ്ങ് കയറിയിട്ടാണ് നല്ല കളം വരയ്ക്കുക. അന്നേരം മിറ്റത്ത് ഇതേപോലെ തന്നെ 10 ചൊറയൂടും. തീർന്നു പോയാ അത് അഡ്ജസ്റ്റ് ചെയ്യും. എല്ലാവരും എത്തിക്കുക. കൂടുതൽ വീട്ടിന്ന് എടുത്തെടുത്ത് നമ്മൾ ഇതേപോലെ തന്നെ അങ്ങ് എത്തിക്കുക. അതിലേക്ക് അടുപ്പിച്ചിട്ട് വട്ടം ചെറുതാക്കുക. ഈ 2 എണ്ണയിൽ ഉള്ളെടുക്കുക. കൂടുതൽ വെച്ചെടുക്കുന്നു അതിലെടുക്കി കൂടുതൽ കട്ടിക്കിട്ടിട്ടുണ്ട്. അത് ഈ 2 അതിലെല്ലാം ഒന്നിച്ചിട്ടിട്ട് നിർത്തത്. എല്ലാം എത്തിയില്ല. അടുപ്പിക്കിങ്ങനെ വിടവാറ് ശരിക്കും നിലം കാണാറുന്നാന്ന് കൂട്ടാൽ. ഇപ്പോഴത്തെ പൂവിൻ്റെ ക്ഷാമെല്ലാം കൊണ്ട് കുറച്ച് നിലയെല്ലാം കാണും. നമ്മൾ ആദ്യമെല്ലാം ഇവിടെ ഇങ്ങനെ തറയാക്കി ചാണമെല്ലാം നീക്കും. അന്ന് പശുവെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം പശുവൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ചാണകത്തിനോടെ പോകാൻ കഴിയില്ല. അതുകൊണ്ട് പിന്നെ തറയൊന്നും ആക്കിയിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ മുറ്റത്തൊരു നല്ല തറയാക്കി ചാണമെല്ലാം മെഴുകി അത്തം തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പേ എല്ലാം തറയെല്ലാം ഉണ്ടാക്കിയിട്ട് വെക്കും. എന്നിട്ടാണ് ഇതേപോലെ പൂടുക. ഇപ്പോൾ അന്ന് കുറേ പശുവെല്ലാം ഉണ്ടായിരുന്നു. അന്നേരം ഇപ്പോൾ ചാണകത്തിന് എവിടെയും പോയാൽ കിട്ടുകയില്ല. എവിടെയും പശുക്കളൊന്നും ഇല്ല. നാട്ടിലെല്ലാം പശുക്കളെല്ലാം പോയി സൊസൈറ്റിയിൽ നിന്ന് പാല് വാങ്ങലായി. അപ്പോൾ ഇതെല്ലാം ഇനി വൃത്തിയാക്കുക. ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ബായ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.